കർത്താവിൽ വാത്സല്യമുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തിനും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും ദൈവജനത്തിന് ഒരുമിച്ച് കൂടി വരുവാനും ഇപ്രകാരം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തുടർന്ന് തിരുവചനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. 2-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 2-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുന്നു. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ലതാനും. 2-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ ആണ് ഇവിടെ വായിച്ചത്. 6 ദിവസത്തെ യഹോവയായ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് എല്ലാം നല്ലതായിരുന്നു എന്ന് ഓരോ ദിവസവും അതിനെ കണ്ട ദൈവം ആദ്യമായിട്ട് നല്ലതല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച സംഭവം പറഞ്ഞാണ് അവസാനത്തെ ക്ലാസ് നമ്മൾ പരിസമാപിപ്പിച്ചത്. ഇന്ന് അവിടെ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. യഹോവയായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായിട്ട് നല്ലതല്ല എന്ന് കണ്ടതായ സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു അവസ്ഥയാണ് ദൈവം നല്ലതല്ല എന്ന് കണ്ടത്. സൃഷ്ടി താൻ ഉണ്ടാക്കിയതിനെ ഒന്നിനെയും അല്ല നല്ലതല്ല എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ, ഒരു സിറ്റുവേഷൻ, അതാണ് നല്ലതല്ല എന്ന് കാണുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നാണ് കർത്താവ് കണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് ദ മാൻ ഷുഡ് ബി എലോൺ. അപ്പോൾ മനുഷ്യന്റെ എലോൺനെസ് ദൈവം നല്ലതല്ലെന്ന് കണ്ടു. ദൈവം അതിനെ വെറുത്തു എന്നുള്ള പേരവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നല്ലതല്ല എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തെ, ആ അവസ്ഥയെ ദൈവം ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നു. എന്തുകൊണ്ടായിരിക്കാം മനുഷ്യൻ ഏകനായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോൺലിനെസ്, ഏകാന്തത എന്ന് പറയുന്നതായ അവസ്ഥ നല്ലതല്ലെന്ന് കർത്താവ് പറയുവാനായിട്ടുള്ളതായ, യഹോവയായ ദൈവം കാണുവാനായിട്ടുള്ളതായ ഒരു സാഹചര്യം നമ്മൾ ഇന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുമ്പോഴാണ് പരീക്ഷിക്കപ്പെടുവാനായിട്ടുള്ളതായ പ്രവണത കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അബദ്ധങ്ങൾ ചെയ്യുവാനായിട്ടുള്ളതായ പ്രവണത കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഏകാന്തതയുടേതായിട്ടുള്ള സമയത്ത്. വീണ്ടും വിചാരമില്ലാത്തതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുവാനായിട്ടുള്ളതായ സാധ്യത, മുന്നും പിന്നും നോക്കാതെയുള്ളതായ പ്രവർത്തനങ്ങൾ, ആവശ്യമില്ലാത്തതായ ഒരുപാട് ചിന്തകൾ തലച്ചോറിലേക്ക് പിടിപ്പിക്കുന്നതായിട്ടുള്ള അനുഭവം, ദുഷ്ചിന്തകളിലേക്ക്, മനോരാജ്യങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകപ്പെടുവാനായിട്ടുള്ളതായ സാഹചര്യം, അങ്ങനെ ഒരുപാട് അവസ്ഥാന്തരങ്ങളിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഇടയായിത്തീരും. ഏകാന്തതയിലാണ്
പല പാപചിന്തകളും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഓർക്കണം. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട് ഏകാന്തത കൊണ്ടുണ്ടായതായ അതിന്റെ തിക്തമായിട്ടുള്ളൊരു അനുഭവം. കാരണം ഹവ്വ ഏകയായിരിക്കുന്നതായിട്ടുള്ള വേളയിലാണ് പാമ്പ് അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുകയും അവളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ദൈവം ആഗ്രഹിച്ചു ഏകാന്തത നല്ലതല്ല, മുന്നമേ തന്നെ താൻ കണ്ടു. അതിനു വേണ്ടിയിട്ടാണ് തക്കതായിട്ടുള്ളതായ ഒരു തുണയെ സർവശക്തനായിട്ടുള്ള ദൈവം മനുഷ്യനെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു, മനുഷ്യൻ ദൈവത്തിന് തക്കതായിട്ടുള്ള തുണയെ കൊടുത്തത് മനുഷ്യന്റെ ഈ ദൈവം ഇഷ്ടപ്പെടാത്തതായ സാഹചര്യത്തെ അവനിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. ഏകാന്തത എന്ന് പറയുന്ന അവസ്ഥയെ മനുഷ്യനിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, ഏകാന്തത മാറിപ്പോകുന്നതോടുകൂടെ അവനിലുള്ളതായ ഈ അബദ്ധ ജഡില പ്രവർത്തനങ്ങൾ ഇല്ലാതെയാവും. പാപം അവനിൽ രംഗപ്രവേശനം ചെയ്യുവാൻ, വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാതെ ഇരിക്കുവാൻ, അബദ്ധങ്ങൾ കാണിക്കാതെ ഇരിക്കുവാൻ, മനോരാജ്യങ്ങളിലേക്ക് പോകാതെ ഇരിക്കുവാൻ ഒക്കെ തടയിടുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ദൈവം തക്ക തുണയായിട്ട് ഇരിക്കാനായിട്ടാണ് ഒരാളെ ചേർക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നത് ദൈവം ഏതവസ്ഥ ഇല്ലാതാക്കുവാനായിട്ട് ശ്രമിച്ചോ അതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെന്ന് ഓർത്തുകൊള്ളണം. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവാഹമോചനങ്ങളെ കുറിച്ചുള്ളതായ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രം മാറുന്നത് പോലെയാണ് മനുഷ്യര് ഇന്ന് ബന്ധം വേർപിരിയുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നതെന്നുള്ളത് ഓർത്തുകൊള്ളണം. ദൈവം എന്താഗ്രഹിച്ചുവോ അതിനെ ഘടകവിരുദ്ധമായിട്ട് മനുഷ്യൻ ഇന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അതിന്റെ ചുരുക്കം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം ഇവിടെ പറയുന്നു, സർവശക്തനായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തു പറയുന്നു, പ്ലസ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കുവാനായിട്ട് പാടില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തു എന്ന് ചോദിച്ചാൽ, നീ അങ്ങനെ വേർപിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ എവിടേക്കാണ് പോകുന്നത്? ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച കർത്താവ് നല്ലതല്ലെന്ന് കണ്ട അവസ്ഥയിലേക്ക് നീ പോവുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ആ അവസ്ഥയിലേക്ക് പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പൗലോസ് അപ്പോസ്തലനും അത് തന്നെ പറഞ്ഞു. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് 5-ാമത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അപ്പോൾ സ്വർഗത്തിന്റെ പഠിപ്പീര് ഇതാണെന്ന് ഓർക്കണം. അപ്പോസ്തലന്മാരുടെ പഠിപ്പീര് ഇതാണ്. തിരുവചനത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശവും അതാണ്, കുടുംബത്തോടുള്ള ബന്ധത്തിൽ. നിർഭാഗ്യവശാൽ ഇന്ന് ദൈവ തീരുമാനം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ട് ഭൂമിയിൽ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വാക്യങ്ങളിൽ, ഈ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ഭാഗത്തേക്ക് വീണ്ടും ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ആ ഭാഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ അങ്ങ് പറഞ്ഞിട്ട് മുൻപ് ഈ ഭാഗത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങി വരും. ഇവിടെ നമ്മൾ കാണുന്നത് 19-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങൾ കൂടെ പറയുവാനായിട്ടുള്ളത് അവസാനമായിട്ട് സമർപ്പിക്കാമെന്ന് വിചാരിക്കുക. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്ക് മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ദ മോസ്റ്റ് ഇന്റലിജന്റ് മാൻ ഇൻ ദ വേൾഡ്, ദാറ്റ് ഈസ് നൺ അതർ ദാൻ ആഡം. ഈ ലോകത്തിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ളതായ വ്യക്തി ആരാകുന്നു എന്ന് ചോദിച്ചാൽ അത് ആദാമാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? ദൈവം ഭൂമിയിൽ ചരാചരങ്ങളെ ഉണ്ടാക്കി, സകല ജീവജന്തുക്കളെയും ഉണ്ടാക്കി. ഈ ജീവജന്തുക്കളെ മുഴുവനും തന്റെ മുൻപിൽ കൂടെ കടത്തിവിട്ടിട്ട് ആദാം ഓരോ മൃഗത്തെയും കണ്ടിട്ട് ഓരോ മൃഗത്തിനും ഓരോ പേര് വിളിച്ചു.
അവൻ വിളിച്ച പേര് ആ മൃഗങ്ങൾക്ക് പേരായിട്ട് മാറുകയാണ്. നമ്മൾ ആ ഒരൊറ്റ വാക്യത്തിൽ ആദാമിന്റെ മുമ്പിൽ കൂടെ പോയ ഓരോ മൃഗത്തെയും കണ്ടിട്ട്, ആദാമിന് നേരത്തെ സിംഹത്തെ കണ്ടിട്ടില്ല, ആനയെ കണ്ടിട്ടില്ല, ജിറാഫിനെ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു ഐറ്റത്തെയും ആദാം കണ്ടിട്ടില്ല. പക്ഷെ ആദാം എന്ത് വിളിച്ചോ അതതിന് പേരായി. ഇന്നൊരു മൃഗത്തിന് പേരിടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം, അതിന്റെ രീതികൾ, അതിന്റെ ചെയ്തികൾ, അതിന്റെ പ്രവൃത്തികൾ എല്ലാം കണ്ടു വേണം മനുഷ്യന് അതിന് പേരിടേണ്ടത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു മൃഗത്തെ കുറിച്ച് എത്ര നാൾ പഠിച്ചാലാണ് അതിന്റെ സ്വഭാവം മനസ്സിലാക്കി, അതിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കി അതിനൊരു പേര് സമാഹരിക്കുവാൻ, ഇടുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഈ ആഡം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു സയന്റിസ്റ്റിന്റെ പ്രവൃത്തിയാണ്. ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഭൂമിയിലെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡം ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ആരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആഡം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കാരണം ആദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രിയേഷനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ജീനിയോളജി പഠിക്കുന്നതായിട്ടുള്ള സമയത്ത് തലമുറകളെ കുറിച്ചുള്ള പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നതല്ല. ആദാമിനെ കുറിച്ച് പറയുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ ആ ബുദ്ധിയും പരിജ്ഞാനവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ടാണ് തന്റെ മുമ്പിൽ കൂടെ കടത്തിവിട്ട മൃഗങ്ങളെ അതിന്റെ സ്വഭാവം വളരെ വേഗം മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള പേരുകൾ കൊടുക്കുവാനായിട്ട് കഴിയുന്നതെന്ന് ഓർത്തുകൊള്ളാം. എന്നാൽ ഈ ഇണകളൊക്കെ, ഈ മൃഗങ്ങളൊക്കെ തന്റെ മുമ്പിൽ കൂടെ കടന്നു പോയിട്ടും അതിൽ നിന്ന് തക്കതായിട്ടുള്ള ഒരു തുണയെ കണ്ടുപിടിക്കുവാനായിട്ട് തനിക്ക് സാധിച്ചില്ല, ദൈവത്തിനും കഴിഞ്ഞില്ലെന്ന് ഓർത്തുകൊള്ളാം. ആദാമിന് പറ്റിയതായിട്ടുള്ള ഒരു തുണയെ ഈ തന്റെ മുമ്പിൽ കൂടെ കടത്തിവിട്ട മൃഗങ്ങളിൽ നിന്ന് എടുക്കുവാനായിട്ട് ആദമിന് സാധിച്ചില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ ഓർത്തുകൊള്ളാം. അതുകൊണ്ടാണ് പിന്നീട് 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയം 20-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. അദ്ദേഹം നോക്കിയപ്പോൾ എല്ലാത്തിനും പേരുണ്ട്. 1 by 1 ആയിട്ട് എല്ലാ പേരിനെയും കണ്ടു, എല്ലാത്തിനെയും അനുഗ്രഹിച്ചു, എല്ലാത്തിനും പേരും ഒക്കെ ഇട്ട് കൊടുത്തു വിട്ടു. എന്നാൽ തനിക്ക് പറ്റിയതായിട്ടുള്ള ഒരു തുണയൊന്നും ഇക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയില്ല. താൻ അപ്പോഴും ഏകനായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ദൈവം എന്താണ് ചെയ്യുന്നത്? ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. ഇന്നത്തെ ശാസ്ത്ര ലോകം, സയൻസ് പലതിനും അടിസ്ഥാനമാക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് അതെന്നുള്ളത് ഓർത്തുകൊള്ളണം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. നമ്മൾ സരസമായ രീതിയിൽ പറയുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്. മനുഷ്യന് ആദ്യമായിട്ടും അവസാനമായിട്ടും കൂർക്കം വലിച്ച് ഉറങ്ങാൻ കിട്ടിയതായ ഒരേ ഒരു അവസരമാണ് ഈ പറയുന്നതായിട്ടുള്ള അവസരം എന്നുള്ളത് ഓർത്തോണം. ആദാമിന് അവന്റെ ജീവിതത്തിൽ, മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനം കൂർക്കം വലിച്ച് ഉറങ്ങാൻ കിട്ടിയ ഒരു അവസരം ഇതാണ്. പിന്നീട് അവന്റെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തമാശയ്ക്ക് വേണ്ടി പറയുന്നത്. സ്ത്രീജനങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ കല്ലെറി. അതിനുശേഷം ഒരിക്കലും ആദാമിന് നേരെ ചൊവ്വേ ഉറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവന് ലഭിച്ച ആകെ ഒരു ഉറക്കമാണ് അന്ന് കിട്ടിയത്. അതിനുശേഷം നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഹവ്വയുടെ രംഗപ്രവേശനം അവിടെ കാണുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ കാണുന്ന അടുത്തൊരു പരിപാടി, ആദാമിന് ഭൂമിയിലെ ആദ്യത്തെ ഓപ്പറേഷൻ നടക്കുകയാണ്, ആദ്യത്തെ സർജറി നടക്കുകയാണ്. ആദ്യത്തെ ഡോക്ടർ ആരാണെന്ന് അവിടെ കാണുകയാണ്. ആദ്യത്തെ ഡോക്ടർ സർവശക്തനായിട്ടുള്ള ദൈവം. ഡോക്ടറാണ്, സർവശക്തനായിട്ടുള്ള ദൈവമാണ് ആദ്യത്തെ സർജറി അവിടെ നടത്തുന്നത് എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ആ സർജറിക്ക് മുമ്പായിട്ട് ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ആദ്യത്തിനെ കൊണ്ടുപോയി. നമ്മളിവിടെ മനസ്സിലാക്കണം, ഇന്ന് ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ ചെയ്യുന്നത് എന്താണ്? അനസ്തേഷ്യ കൊടുത്ത് ആ ആളെ മയക്കി കിടത്തിയതിന് ശേഷമാണ് സർജറി ചെയ്യത്തുള്ളൂ എന്നുള്ളത് ഓർക്കണം. ഇന്നത്തെ ഈ അനസ്തേഷ്യയുടെ ഒക്കെ അടിസ്ഥാനം എന്താണ്? ഏതിനിലെ ദൈവത്തിന്റെ ഈ പ്രവൃത്തിയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. സയൻസിന് എത്ര നിരാകരിച്ചാലും എത്ര എതിർത്താലും
വിജയിക്കുവാനായിട്ട് പറ്റത്തില്ല. ദൈവം അവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു, നീ ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതിന് മുൻപായിട്ട് അനസ്തേഷ്യ കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് അനസ്തേഷ്യ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു അനസ്തേഷ്യസ്റ്റ് ആയിട്ട് അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. അതിനുശേഷം നല്ല ഒരു സർജനായിട്ട്, നല്ലൊരു ഡോക്ടറായിട്ട് സർവശക്തനായിട്ടുള്ള യഹോവ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. ആദ്യത്തെ സർജറി അവിടെ നടക്കുന്നതായിട്ടും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുകയാണ്. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഒരു സർജറി നടന്ന് മനുഷ്യരിൽ നിന്ന് ഒരു സാധനം എടുത്തു മാറ്റുകയാണ്. അതിനുശേഷം അവിടെ സ്റ്റിച്ചൊക്കെ ചെയ്ത് തുന്നിക്കെട്ടുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ്, മാംസം വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ വലിയ മേജർ സർജറിയാണ് അവിടെ നടക്കുന്നത്. ഒരു പക്ഷെ 8, 10, 12 മണിക്കൂറൊക്കെ ചുരുങ്ങി എടുക്കുന്നതായിട്ടുള്ള ഒരു സർജറി അവിടെ നടന്നു കഴിഞ്ഞു. ആ സർജറിക്ക് ശേഷമാണ് പിന്നീട് അവൻ കണ്ണ് തുറക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോ അവിടെ നമ്മൾ കാണുന്നത് ഈ വാരിയലിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി എന്നുള്ളതാണ് അവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ക്ലോണിംഗ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ശാസ്ത്ര തലത്തിലേക്കൊക്കെ ലോകം വളർന്ന് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഒരു എല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് ഇവിടെ പറയുന്നു. ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് സയൻസിനോടുള്ള ബന്ധത്തിൽ യഹോവയായ ദൈവം എടുത്തത് ഒരു എല്ല് മാത്രം ആവാൻ ചാൻസ് വളരെ കുറവാണ്. അതിൽ നിന്ന് ആ ഒരു പ്രത്യേകമായിട്ടുള്ളതായ DNA ഘടകം എടുത്തു തന്നെ ആവണം ഈ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ പഠനങ്ങൾ അപ്രകാരം പോകുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മളങ്ങനെ പ്രശ്ന കലുഷിതമായിട്ടുള്ളതായ മേഖലയിലേക്ക് പോയി ആവശ്യമില്ലാത്തതായിട്ടുള്ള സംശയങ്ങളെ നമ്മുടെ തലമേൽ കൊണ്ടുവന്ന് കയറ്റേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇവിടെ ബൈബിൾ എന്ത് നമ്മളോട് പറയുന്നു? ഒരു വാരിയൽ എടുത്തു, ആ വാരിയിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പുരുഷനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, സ്ത്രീയെ എല്ലിൽ നിന്ന് സൃഷ്ടിച്ചു. പുരുഷൻ പലപ്പോഴും വളരെ എത്രയൊക്കെ ചൂടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സറിയുന്നതിന്റെ കാരണം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും. അതേസമയം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്ര മനസ്സലിവില്ലാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താ? പക്ഷെ ഈ സ്ത്രീകളെ പറ്റിയാ പറഞ്ഞ അവരെ സ്ത്രീകള് ബലഹീന പാത്രമാണെന്നും ഒക്കെ പറയുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അനേകരുടെ അഭിപ്രായം പറയുന്നത് യാതൊരു കുലുക്കവും ഇല്ലാതെ ഒരു മനസ്സലിവും ഇല്ലാതെ നിൽക്കുന്നത് സ്ത്രീകൾ അങ്ങനെ നിൽക്കുന്നതിനുള്ള കാരണമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എല്ലിൽ നിന്ന് എടുത്തേക്കുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സരസമായിട്ട് പറയാറുള്ള ഭാഷകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ പോകട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ വാരിയലിനെ സ്ത്രീയാക്കി മനുഷ്യന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകും. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന പേരാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. കണ്ണു തുറന്നപ്പോൾ തന്റെ മുമ്പിൽ ദൈവം മനോഹരമായിട്ട് സുന്ദരിയായിട്ടുള്ളതായ ഒരു സ്ത്രീ രത്നത്തെ ആദാമിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ പ്രേമഗീതം പാടിയത് ആദാമാണെന്ന് കാണുവാനായിട്ട് കഴിയും. തന്റെ ആദ്യത്തെ പ്രേമഗീതവും ആദാം ഇവിടെ പാടുകയാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദിസ് അറ്റ് ലാസ്റ്റ് is bone of my bones and flesh of my flesh, she shall be called woman. ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു 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 എന്താ പറയുക, റൊമാൻറ്റിക് സോങ് ആദത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുകയാണ്. അതിനകത്തൊരു വലിയ സത്യം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ സത്യം കൂടെ നമുക്കിവിടെ അല്പസമയത്തിനുള്ളിൽ സമാഹരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു റൊമാൻറ്റിക് സോങ് അദ്ദേഹം പാടുന്നു. അതിനുശേഷം 24-ാമത്തെ വാക്യം പറയാണ്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതായിട്ടുള്ള വാക്യത്തിന്റെ അല്പം കൂടി എക്സ്പ്ലനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത് സമറൈസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിച്ചതും ദൈവം പറഞ്ഞതും എന്താണ്? ഞാൻ മനുഷ്യന് തക്കതായിട്ടുള്ള ഒരു തുണ, എ സ്യൂട്ടബിൾ ഹെൽപ്പർ ഫിറ്റ് ഫോർ ഹിം, തക്കതായിട്ടുള്ളതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ എ സ്യൂട്ടബിൾ ഹെൽപ്പർ ഫിറ്റ് ഫോർ ഹിം? തക്കതായ ഒരു തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട്
പലപ്പോഴും ഒരുപാട് കുടുംബ ജീവിതങ്ങൾ ശിഥിലമായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാധാരണ പ്രിമാരിറ്റൽ കൗൺസിലിംഗ് നടത്തുന്നതായിട്ടുള്ള സമയത്താണ് ഈ ഭാഗത്തെ കുറിച്ചുള്ളതായ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുവാറുള്ളത്. എങ്കിലും ഈ സമയത്ത് അതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുക. തക്ക തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സംഗതിയുള്ളത് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് കഴിയുക, എങ്കിൽ മാത്രമേ ഇത് തക്കതായിട്ടുള്ള തുണയായി മാറുകയുള്ളൂ എന്നുള്ളത് ഓർത്തുകൊണ്ട് ഭർത്താവും ഭാര്യയും പരസ്പരം തിരിച്ചറിയുവാൻ കഴിയണം. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഭാര്യയും ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഭർത്താവും നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് അപ്പോൾ മാത്രമേ ദൈവം വിഭാവനം ചെയ്ത തക്ക തുണ എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് അവർക്ക് ഉയരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഭാര്യ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാതെയും ഭർത്താവ് ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കാതെയും വരുന്നതോടുകൂടെയാണ് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്, താളപ്പിഴകൾ സംഭവിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കാതെ വരുന്നതോടുകൂടെയാണ് താളപ്പിഴകൾ സംഭവിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും വിവാഹം കഴിഞ്ഞ ഉടനടി 6 മാസത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളോ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളോ പൂർണ്ണമായിട്ട് അറിഞ്ഞെടുക്കുവാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഒരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ പാർട്ട്ണറുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ 2 കൂട്ടരും ഒരുപോലെ ശ്രമിക്കണം. എന്റെ പാർട്ട്ണർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുവാനായിട്ട് പാടില്ല. 2 പേരും വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചും ജനിച്ചും വളർന്നു വന്നവരാണെന്ന് ഓർത്തുകൊള്ളാം. തീർച്ചയായിട്ടും 2 പേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവരുടെ ടേസ്റ്റിനും അവരുടെ ക്യാരക്ടറിനും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ടാകും. എന്നാൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ദൈവം അവരെ കൂട്ടിച്ചേർക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ കർത്താവിന്റെ ഒരു ഫോർമുല കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവം ഒന്നിൽ നിന്ന് ഒന്നിനെ ഉണ്ടാക്കുന്നു. മാത്തിന്റെ ഫോർമുല അനുസരിച്ച് 1+1=2 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഹെവൻലി ഫോർമുല, സ്വർഗത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞ 1+1=1 എന്നുള്ള അനുപാതത്തിലാണ് കർത്താവ് നിർത്തുന്നത്. അതാണ് താഴത്തെ ആ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം അതാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരുന്നതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് 2 വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നതായ വ്യക്തികൾ, ദൈവം അവരെ കൂട്ടിച്ചേർക്കുന്നു. അവർ ഇരുവരും ഇനി 2 അല്ല, വിവാഹത്തോടുകൂടി അവരെന്തായി മാറുകയാണ്? ഒരു ദേഹമായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു ദേഹം എന്നുള്ളതായ ഈ കോൺസെപ്റ്റിൽ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ 2 പേരും പരസ്പരം 2 പേരെയും തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഈ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ തന്നെ പരസ്പരമുള്ളതായ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. 2 പേരും 2 പേരുടെയും ക്യാരക്ടർ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് എല്ലാവർക്കും. 2 പേരും അവരവരുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുവാനായിട്ട്, അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ് ഇത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് കഴിയണം. ഒരു 3 മാസം അല്ലെ 6 മാസം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ മനസ്സിലാക്കുന്ന ഭർത്താവിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്. ചില ഭർത്താക്കന്മാര് ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, ചിലര് വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവരായിരിക്കും, ചില ഭർത്താക്കന്മാർക്ക് ജീവിതം കംപ്ലീറ്റ്ലി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിൽ കൂടെ പോകുന്നതായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോ എന്റെ ഭർത്താവിന്റെ ഇഷ്ടം എന്താ? ചില ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വെച്ചത് തന്നെ വെച്ചിരിക്കണം, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ആയിരിക്കും, എല്ലാം ഭംഗിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയായിരിക്കും താൻ പഠിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ വീട്ടിൽ കയറി വരുന്നതായിട്ടുള്ള അവൻ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ വളരെ കെയർലെസ് ആയിട്ടുള്ള അനുഭവമായിരിക്കും. എന്തെങ്കിലും സാധനം എടുത്താൽ ഇട്ടെടുത്ത് ഇട്ടു, കണ്ടാൽ കണ്ടു, കണ്ടില്ല. ഒരു കെയർലെസ് ആയിട്ടുള്ള അനുഭവം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഭർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ല.
ഭാര്യയുടെ ഈ രീതികൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരുടെയും രണ്ട് ധ്രുവത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ കയറി വരുന്ന പെൺകുട്ടി മനസ്സിലാക്കുകയാണ്, എന്റെ ഭർത്താവ് ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലാണല്ലോ പോകുന്നത്, ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അപ്രകാരം ഞാൻ പോകണം, എന്റെ ഭർത്താവിന്റെ ക്യാരക്ടറിനോട് അനുസരിച്ച് ഞാൻ മാറണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് തുടങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ, അവിടെ പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സംഭവം സ്മൂത്ത് ആവും. മറിച്ച് ഭർത്താവും ചിന്തിക്കണം, എന്റെ ഭാര്യ വേറൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്നു, അവളുടെ ഈ കെയർലെസ്നെസ് സ്ലോലി ഞാൻ മാറ്റിയെടുക്കാം, അവൾ അല്പം കെയർലെസ് ആയിട്ട് പോകുന്ന കാര്യം ഞാൻ തന്നെ എടുത്ത് അടുക്കിയൊക്കെ വൃത്തിയാക്കി വെക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് ഓർക്കണം. പക്ഷെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം, അന്യോന്യം മനസ്സിലാക്കുന്നതിന് പകരം വളരെ റൂഡായിട്ട് ഷാർപ്പായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്ന് പറയുന്നതിൽ ഒന്ന് ലൈക്സും ഡിസ്ലൈക്സും മനസ്സിലാക്കുക, രണ്ട് ക്യാരക്ടറും ബിഹേവിയറും ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കുക. ഇത് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുടുംബജീവിതം ധന്യമായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമതായിട്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അഡ്ജസ്റ്റ് ഈച്ച് അതർ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനായിട്ട് സാധിക്കണം. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു? കുടുംബജീവിതം എന്ന് പറയുന്നത് ഞാൻ ഓർപ്പിച്ചല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെ അവരെ മനസ്സിലാക്കി വേണം പിന്നീട്. കാരണം ഞാൻ ഇതുവരെ പഠിച്ചും വളർന്നും വന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു വ്യത്യസ്ത സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് വിട്ടുവീഴ്ചകൾ, ഒരുപാട് എനിക്കിഷ്ടം ഉള്ള, ഇപ്പം എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള, ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ ആഹാരത്തിനൊരു രീതി കാണും. എനിക്ക് സാമ്പാർ ഇഷ്ടമായിരിക്കത്തില്ല. എൻ്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്നും സാമ്പാറായിരിക്കും. സാമ്പാർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇനി മേലെ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? പതുക്കെ സാമ്പാറിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക, കാര്യം സ്മൂത്തായിട്ട് പോകും. ആദ്യം കയ്പായിരിക്കും, പിന്നെ മധുരമായിട്ട് മാറും. പിന്നെ മധുരമാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കയ്പ് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് സംഭവിക്കുന്നത്, ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കുടുംബജീവിതങ്ങൾ ശിഥിലമാകുന്നതിന്റെ കാരണം പരസ്പരമുള്ളതായ മനസ്സിലാക്കലുകൾ വളരെ കുറവാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ സ്വഭാവ രീതികൾ മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളതായ കാര്യമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇന്ന് എല്ലാവർക്കും ജോലിയുണ്ട്. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഗൃഹനാഥൻ പോയി അധ്വാനിച്ചുകൊണ്ട് വരും, വീട്ടിലെ അമ്മമാര് പിള്ളേരെ നോക്കി കഞ്ഞിയും കറിയും വെച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി. എന്നിപ്പം ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട്, രണ്ടുപേർക്കും കൈ നിറച്ച പൈസയും കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയും തണലിൽ ജീവിക്കേണ്ട, ആർക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവരവർക്ക് അവരവരുടെ നാട്ടിൽ ഇഷ്ടമുള്ള വഴികളിൽ പോകാം. അതിനു വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ ജനമേ നമ്മളെ ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട്, രണ്ട് തോണിയിലും രണ്ട് പാതയിലും രണ്ട് വഴികളിലും സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് പണം കാണും, പത്രാസ് കാണും, ജോലി കാണും, വേല കാണും, എല്ലാം കാണും. എന്നാൽ രണ്ട് വഴികളിലും രണ്ട് തോണികളിലും സഞ്ചരിക്കുവാനായിട്ടല്ല ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. രണ്ടാമതായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് റെസ്പെക്ട് ഈച്ച് അതർ, പരസ്പരം ബഹുമാനിക്കുവാനായിട്ട് കഴിയണം എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഞാൻ ഓർമ്മിച്ചല്ലോ, ആദാമിന്റെ റൊമാൻറ്റിക് സോങ്ങിൽ ചില സത്യങ്ങളുണ്ട്. വെറും ഒരു പ്രേമഗീതമായിട്ടൊരു റൊമാൻറ്റിക് സോങ് ആയിട്ട് നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ അപ്രകാരമേ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിനകത്തൊരു ഒരു സത്യം ദൈവത്തിന്റെ വചനം വിളിച്ചോതുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്താ അദ്ദേഹം പറയുന്നത്? ബോൺ ഓഫ് മൈ ബോൺസ്, ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. അപ്പോൾ ഇതെന്താണ് സംഭവം? എനിക്ക് തന്നിരിക്കുന്ന എന്റെ ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത്, എന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അവിടെ ഉണ്ടാവണം. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, ബോൺ ഓഫ് മൈ ബോൺസ്, ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്, എന്റെ ഭാഗമാണ്, എന്റെ ഞാനാണ്, അല്ലെ? എന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗത്തെ, ആദാമിന്റെ ശരീരത്തിൽ നിന്ന് അടർത്തിയെടുത്തിരിക്കുന്ന മറ്റൊരു ഭാഗമാണ്
ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അവൻ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചെന്നാണ് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ കണ്ടത്. ഇപ്പം ദൈവം എന്താ ചെയ്യുന്നത്? ആ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്ന് പെണ്ണിനെ അടർത്തി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അടർത്തി മാറ്റിയെങ്കിലും അവര് രണ്ട് ദേഹമാണെങ്കിലും ഒരു മനസ്സോടുകൂടെ ജീവിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആദാമിന്റെ ആ കോൺസെപ്റ്റ് കണ്ടോ? ആദാം പറയുന്നത് എന്താണ്? ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പല കാര്യങ്ങളും ഇല്ലാതാവും, അല്ലെ? ഞാൻ എൻ്റെ ദേഹത്തെ ദണ്ഡിപ്പിക്കും. ഞാൻ എൻ്റെ ദേഹത്തെ ദണ്ഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബേൽസബൂലിന്റെ ബാധ കാണും, അല്ലെ? ഭൂതബാധ ഉണ്ടായിരിക്കണം. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഭൂതം ബാധിച്ചവനാണ് തന്നെത്താൻ ഉപദ്രവിച്ചത്. അങ്ങനെ ഭൂതബാധ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തന്നെത്താൻ ഉപദ്രവിക്കത്തുള്ളൂ, സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഒരു മനുഷ്യനും ബോധമുള്ള ഒരു മനുഷ്യനും സ്വന്തം ശരീരത്തെ ദണ്ഡിപ്പിക്കുകയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. കാരണം എന്താണ്? ആദാമിന് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആദാം പറഞ്ഞ എന്താണ്? ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. ഒരു മനുഷ്യനും തന്റെ കൈയും കാലും തല്ലി ഒടിക്കത്തില്ല. ഒരു മനുഷ്യനും പിച്ചാത്തി എടുത്ത് തന്റെ കൈയും കാലും വെട്ടിമുറിക്കത്തില്ല, ഇല്ലേ? ഇന്ന് സംഭവിക്കുന്നത് എന്താ? ഇന്ന് സംഭവിക്കുന്നത് കൈ നിവർത്ത് ഭാര്യയുടെ ചെകിട്ടത്തും കുനിച്ചു നിർത്തി മുട്ടിന് നല്ല ഇടിയും കൊടുക്കുക ചെയ്യുന്നത്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമല്ല, മാംസത്തിൽ നിന്ന് മാംസവുമില്ല. ഓർത്തോണം. ആദാം പാടിയ പാട്ട് വാസ്തവത്തിൽ സത്യസന്ധമായിട്ട് നമുക്ക് പാടുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ കുടുംബജീവിതം ധന്യമായിട്ട് പൊക്കോളും മുൻപോട്ട്. അതിനകത്ത് നമുക്ക് കാണാതെ കിടക്കുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണെന്നറിയാമോ? എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എന്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് ആദാം പാടുമ്പോൾ അതിനകത്ത് രൂഢമൂലമായിരിക്കുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ എന്ന് പറയുന്നത് സ്നേഹം എന്ന ഫാക്ടറാണ്, ലവ്. ഇതുണ്ടെങ്കിൽ ഇന്നത്തെ കുടുംബജീവിതങ്ങൾ ഒന്നും ശിഥിലമായി പോവുകയില്ല എന്നുള്ളത് ഓർക്കണം. ഈ ഫാക്ടർ ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ കഴിഞ്ഞ ദിവസവും ബൈബിൾ സ്റ്റഡി പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഓർപ്പിച്ചല്ലോ. സ്നേഹത്തിന്റെ കോഡ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ, സമാഗമന കൂടാരം പഠിപ്പിച്ചപ്പോൾ ഓർപ്പിച്ചല്ലോ, പലകകളെ എല്ലാം കൂടെ, തിരുനിവാസത്തിന്റെ പലകകളെ എല്ലാം കൂടെ യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിന്റെ അകത്തുകൂടെ പോകുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അന്താഴമാണെന്ന് ഓർത്തുകൊള്ളണം. സ്നേഹമെന്ന ആ കോഡ് എവിടെ മുറിഞ്ഞു പോകുന്നോ പലകകൾ വേർപെട്ട് പോകും, ശിഥിലമായി പോകും, കാറ്റടിച്ചാൽ തകർന്നും പറന്നും പോകുമെന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ഈ കോഡിന് മുറിവ് സംഭവിക്കാത്തടത്തോളം കാലം, അത് അറ്റുപോകാത്തടത്തോളം കാലം ഒരുമിച്ച് തന്നെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതാണ് ആ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇതെല്ലാം കൂടെ ഒരുപോലെ കോറിലേറ്റ് ചെയ്ത് വരികയാണ്. സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഒരുമിച്ച് ഐക്യമത്യത്തിൽ സ്നേഹത്തിന്റെ ആത്മാവിൽ കുടുംബവും സഭയും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇതും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരുമിച്ച് നിൽക്കണം. ദൈവം കൂട്ടിച്ചേർത്തതാണ് കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾ ദൈവമാണ്, ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആദ്യത്തെ സംഭവമാണ്. അതുകൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. കുടുംബം എന്നുള്ളതായ സംഗതി ദൈവമാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യമായിട്ട് ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണിത്. മാരേജ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്. അതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. കുടുംബത്തെ ദൈവം ഇവിടെ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവം ലോകത്തിൽ കുടുംബത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവത്തിന് കുടുംബത്തെ കുറിച്ചുള്ളതായ ചിന്ത ഇതായിരുന്നു എന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത്, സ്നേഹത്തിന്റെ കോഡ് വയറ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗം ശിഥിലമായി തീരും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഭാര്യയെ, ഭർത്താവിനെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കുവാനായിട്ട്, കാണുവാനായിട്ട് കഴിയുന്നു എങ്കിൽ, ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരെ ഉപദ്രവിക്കുന്ന ഭാര്യമാരും ഇന്നുണ്ടെന്ന് ഓർത്തുകൊള്ളു. ഇന്നത്തെ തലമുറയിൽ ഇതിനൊന്നിനും വലിയ വ്യത്യാസമില്ല. പണ്ടൊക്കെ ആയിരുന്നു ഭർത്താവിന്റെ അടിയും കൊണ്ട് ചവിട്ടും കൊണ്ട് കാലിന് കീഴെ കിടക്കുന്ന ഭാര്യമാരെന്നുള്ള സങ്കല്പം. ഇന്ന് അങ്ങനത്തെ സങ്കല്പമൊന്നുമല്ല. ഇന്ന് ഭർത്താവ് ഒരെണ്ണം കൊടുത്ത ഭാര്യ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കുന്ന പരുവത്തിലുള്ള തലമുറകളാണ് ഇന്നത്തെ യങ് ജനറേഷൻ എന്നുള്ളത് ഓർത്തുള്ളൂ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒക്കെ അങ്ങനെ ആരും
ആരുടെയും ബുദ്ധിമുട്ട് സഹിച്ചും അടിയും ആട്ടും കേട്ടൊന്നും കിടക്കുന്ന തലമുറകളൊന്നും അല്ല ഇന്നത്തെ എന്ന് ഓർത്തുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു അനുഭവം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ആ അനുഭവം ഉണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദത്തിന്റെ ഈ പാട്ട് മനസ്സിലൊന്ന് പാടുകയാണെങ്കിൽ, സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയെ കാണുവാനായിട്ട്, ഭാര്യയുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് മാറണം, ഭാര്യയുടെ സങ്കടം അല്ലെങ്കിൽ ഭർത്താവിന്റെ സങ്കടം സ്വന്തം സങ്കടമായിട്ട് മാറുവാനായിട്ട് കഴിയണം, ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ വേദന സ്വന്തം വേദനയായിട്ട് കാണുവാനായിട്ട് കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ കുടുംബജീവിതം എന്ന് പറയുന്നത് സന്തോഷപൂർണമായിട്ട് സമാധാനമായിട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഇനിയും അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കില്ല, ഭാര്യയെ എവിടുന്നാണ് സൃഷ്ടിച്ചത്? സ്ത്രീയെ എവിടുന്നാണ് സൃഷ്ടിച്ചത്? മനുഷ്യന്റെ തലയിൽ നിന്നല്ല സൃഷ്ടിച്ചത്, കാലിൽ നിന്നല്ല സൃഷ്ടിച്ചത്. പിന്നെ എവിടുന്നാണ്? മനുഷ്യന്റെ കൈയുടെ കീഴിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആംസ് കഴിഞ്ഞിട്ടാണല്ലോ റിബ്സ് വരുന്നത്, വാരിയൽ വരുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെ നിന്ന് നെഞ്ചത്തു നിന്ന് എടുത്തതിന്റെ അർത്ഥം എന്താണ്? ഈ ആംസ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതെന്ന് അറിയാമോ? സംരക്ഷണത്തെ കാണിക്കുന്നതാണ്, പ്രൊട്ടക്ഷനെ കാണിക്കുന്നതാണ്. നമ്മൾ 91-ാമത്തെ സങ്കീർത്തനത്തിൽ പഠിക്കുന്നുണ്ട്, അത്യുന്നതന്റെ മറവ്, ആ മറവിൽ വസിക്കുക. അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന സങ്കല്പം ഭാര്യയ്ക്ക് എന്നും താങ്ങും തണലും മറവും സംരക്ഷണവും ആയിരിക്കുക എന്നുള്ള വലിയ ഒരു സങ്കല്പം അതിനകത്തുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ആ മറവിലായിരിക്കുവാൻ, സംരക്ഷണയിലായിരിക്കുവാൻ, ഭാര്യയെ ഭയന്ന് ജീവിക്കുക എന്നുള്ള അനുഭവത്തിലല്ല, എന്നും ഒരു താങ്ങും തണലും സന്തോഷവും ആ സുരക്ഷിതത്വവും അനുഭവിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ അടുത്തതായിട്ടുള്ള അനുഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 24-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോടെ പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അനേകർക്കും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം തമ്പുരാൻ അവിടെ പറഞ്ഞു വെച്ചേക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. കാരണം ഈ ഒരു പ്രശ്നം ഇതിനകത്ത് സംജാതമായി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. അനേക മാതാപിതാക്കന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം എന്താണെന്നറിയാമോ? നൊന്തുപെറ്റ് വളർത്തി വലുതാക്കി കൊണ്ടുവന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണ് കയറി വരും. പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ അപ്പനും അമ്മയ്ക്കും പരാതിയാവും. ഇപ്പൊ അവൻ ഞങ്ങൾ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല, ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കത്തില്ല, ഇന്നലെ വരെ ഞങ്ങളുടെ കൊച്ച് ഞങ്ങൾ കൊടുക്കുന്നതേ കഴിക്കത്തുള്ളായിരുന്നു, ഞങ്ങൾ വിളമ്പി വെക്കുന്നതേ കഴിക്കത്തുള്ളായിരുന്നു, ഞങ്ങൾ പറയുന്ന വഴിക്കേ പോകത്തുള്ളായിരുന്നു, ഞങ്ങൾ പറയുന്ന ഡ്രസ്സേ എടുത്തുള്ളായിരുന്നു. ഇന്നിപ്പോ ഒരു സുപ്രഭാതത്തിൽ എങ്ങാണ്ടുന്നൊരു പെൺകുട്ടി കയറി വന്നു, അപ്പൊ അവള് പറയുന്ന പോലെ അവളുടെ വാലെ കെട്ടി നടക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, അല്ലേ ദൈവമക്കളെ? ഇവിടെ തുടക്കത്തിൽ തന്നെ കർത്താവ്, യഹോവയായ ദൈവം പറഞ്ഞു തന്നു. കർത്താവും ഇത് തന്നെ പറഞ്ഞു, അപ്പോസ്തലനും ഇത് തന്നെ പറഞ്ഞു. എന്താ പറയുന്നത്? മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നാ പറഞ്ഞിരിക്കുന്നത്. മാൻ ഷാൽ ലീവ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് ടു ഹിസ് വൈഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അനേക കുടുംബങ്ങളിലും ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളത് ഓർത്തുകൊള്ളാം. മകൻ അല്ലെങ്കിൽ മകൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളതായ ഇന്റർഫിയറൻസ് പാടില്ല എന്നാണ് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ ആവശ്യമായിട്ടുള്ളതായ അഡ്വൈസുകളൊക്കെ കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ അനാവശ്യമായിട്ടുള്ളതായ അവരുടെ കുടുംബജീവിതത്തിൽ ഉള്ളതായ ഇടപെടലുകൾ അപ്പന്റെയും അമ്മയുടെയും അതുപോലെ സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളും. അനേക കുടുംബജീവിതത്തിലും തകരുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? അനാവശ്യമായിട്ടുള്ളതായ ഇടപെടലുകളാണെന്ന് ഓർത്തുകൊള്ളാം. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അവർ തന്നെ പരസ്പരം സംസാരിച്ച് അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് പറഞ്ഞ് തീർക്കുവാനായിട്ട് ശ്രമിക്കാതെ ഇത് അപ്പനമ്മമാരിലേക്ക്, സഹോദരങ്ങളിലേക്ക്, ബന്ധുമിത്രാദികളിലേക്കൊക്കെ പോകുന്നു. പിന്നീട് ഇത് തീർക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് മടങ്ങി വരികയും ചെയ്യുക. അനാവശ്യ ഇൻവോൾവ്മെന്റുകൾ നമ്മൾ ഒഴിവാക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് പോകുന്നെങ്കിൽ പോകട്ടെ, അവർ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നെങ്കിൽ കഴിച്ച് ജീവിക്കട്ടെ, അവരിഷ്ടമുള്ളപ്പോൾ പുറത്തു പോകട്ടെ. അവർക്ക് ഇഷ്ടം ഏതായാലും പ്രായമായി പക്വതയാവുമ്പോഴാണല്ലോ നമ്മൾ പിള്ളേരെ വിവാഹം കഴിപ്പിക്കുന്നത്.
അവര് പുറത്തു പോയി, അവര് ഒരു സൈറ്റ് സീയിങ്ങിന് പോകുന്നു, അവരുടെ ഇഷ്ട സമയത്തിന് കയറി വരുന്നു, അവരൊരു കുടുംബമായി കഴിഞ്ഞു. എല്ലായിടത്തും ചോദിക്കാനും പറയുവാനായിട്ടും ആവശ്യമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ തലയിടാൻ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് ഓർത്തുകൊള്ളു. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടുന്നതായിട്ടുള്ള സ്ഥാനം കൊടുത്തു നിർത്തുവാനായിട്ട് കഴിയണം. ഭാര്യ ഭർത്താവിനെയും അപ്രകാരം തന്നെ കാണുവാനായിട്ട് കഴിയണം. ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഏതാനും കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കും. ഇവിടെ പറയുന്നുണ്ടല്ലോ, അവരിരുവരും ഏകദേഹമായി തീരും എന്നുള്ളത്. ബിക്കം വൺ ഫ്ലഷ്. രണ്ടായിരുന്നു, അവർ ഒന്നിച്ച് വരികയും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഈ ഒന്നിച്ചു വരണമെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കുവാനായിട്ടും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുവാനായിട്ടും സ്വഭാവങ്ങൾ മനസ്സിലാക്കുവാനായിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും മനസ്സിലാക്കുവാനായിട്ടും സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരുമിച്ച് ഒരു ദേഹം എന്നുള്ള അവസ്ഥയിലേക്ക് വരുവാനായിട്ട് കഴിയത്തുള്ളൂ. പരസ്പരം റെസ്പെക്ട് ചെയ്യുവാനായിട്ട് കഴിയണം. അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇതിനോട് ചേർത്ത് ചില വാക്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എഫേസ് ലേഖനത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ് ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എഫേസ് 5:22 മുതലുള്ളതായ വാക്യങ്ങളിൽ അത് കാണാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. വൈഫ് സബ്മിറ്റ് ടു യുവർ ഓൺ ഹസ്ബൻഡ്സ് ആസ് ടു ദ ലോർഡ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കീഴടങ്ങുക എന്ന്. അപ്പൊ ഭർത്താക്കന്മാർക്ക് ഒരു ചിന്തയുണ്ട്. ഭാര്യമാര് മിണ്ടാതെ മുറങ്ങാതെ മറിച്ച് ചോദ്യം ചെയ്യാതെ ഞാൻ പറയുന്നതിനനുസരിച്ച് കേട്ട് എന്റെ ചൊൽപ്പടിക്ക് അനുസരിച്ച് നിന്നോണം. കാരണം അവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, നീ മര്യാദയ്ക്ക് കീഴടങ്ങിയിരുന്നോണം. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് സബ്മിറ്റ് അല്ലെങ്കിൽ സബ്മിസീവ് എന്നുള്ളത്. അതിന്റെ അർത്ഥതലത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അതിന്റെ അർത്ഥം എന്താണ്. കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, പൂർണ്ണ സമർപ്പണം എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ അല്ലെ ഭാര്യയുടെ ഇംഗീതങ്ങൾക്കനുസരിച്ച് ചൊൽപ്പടിക്കനുസരിച്ച് കീഴടങ്ങിയിരിക്കുക എന്നുള്ള അനുഭവം അല്ലത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരു പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ സമർപ്പണമാണ്, ഇഷ്ടത്തോടു കൂടെയുള്ള സമർപ്പണം. അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നത്. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ കണ്ടോ, ആ കീഴടങ്ങിയിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദൈവഹിതത്തിന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയമായിട്ട് സമർപ്പിക്കപ്പെട്ട അനുഭവം. മറിയ പറയുന്നത് എന്താണ്? നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവഹിതത്തിന്. യേശു കർത്താവ് പിതാവാം ദൈവത്തിന് മുമ്പിൽ എന്താ ചെയ്തത്? കർത്താവ് പാനപാത്രം എനിക്ക് കുടിക്കുവാനായിട്ട് സാധ്യമല്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. അപ്പോൾ ഇവിടെ കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കുക, ഭർത്താവിന്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക, അല്ലെങ്കിൽ പരസ്പരം യോജിച്ച് ഇരിക്കുന്നതായിട്ടുള്ള അനുഭവം. ഡെഡിക്കേഷൻ എന്നുള്ള ഡെഡിക്കേറ്റഡ് ടു ദ ലോർഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ദ ഹസ്ബൻഡ് എന്നുള്ളതായ അനുഭവത്തിലേക്കാണ് അത് വരുന്നതെന്ന് ഓർത്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സമർപ്പണ മനോഭാവമാണ്. കീഴടങ്ങുക എന്ന് പറഞ്ഞത് വേറൊരു വാക്ക് കൊടുത്ത് ഭർത്താക്കന്മാര് ഭാര്യമാരെ കീഴടക്കി ഭരിക്കുന്ന അനുഭവമല്ല, സമർപ്പിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ് അവിടെ എന്നുള്ളത് ഓർത്തോളാം. 5-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, പറഞ്ഞിരിക്കുന്നത് എന്താ? എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താന്താന്റെ ഭാര്യയെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ ഭാര്യമാരോട് ആദ്യമേ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സമർപ്പിക്കപ്പെട്ട മനോഭാവമുള്ളവരായിരിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭാര്യമാരെ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് കയറി വരുമ്പം 8 അടി മാറി നിന്ന് തൊഴുത് വിറച്ച് വിറങ്ങലിച്ച് നിൽക്കണം. അങ്ങനെയല്ല. അവിടെ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് റെസ്പെക്ട് യുവർ ഹസ്ബൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിനെ ബഹുമാനിക്കണം. ഇന്ന് ബഹുമാനമുണ്ടോ? പണ്ട് ആ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഭർത്താവ് കയറി വരുമ്പം ഭാര്യ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു.
ഇന്നത്തെ ബഹുമാനം അങ്ങനെ, ഭർത്താവ് കയറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ സോഫായിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലുമേ കാലെടുത്ത് വെച്ച് ഭാര്യ ഇരിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥയെന്ന് ഓർത്തുകൊള്ളണം. അവസ്ഥകൾ മാറിപ്പോയി. ന്യൂ ജനറേഷൻ വന്നപ്പോഴേക്കും ഭർത്താവിനെ ബഹുമാനിക്കേണ്ട. ഞാൻ ഇനി പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന്റെ വചനമോ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ കല്ലെറിഞ്ഞാലും കൊള്ളാം, എനിക്ക് വിഷയമൊന്നുമില്ല. അബ്രഹാം അല്ല സാറ എങ്ങനെ അബ്രഹാമിനെ വിളിച്ചിരുന്നത്? യജമാനനെ എന്നാ വിളിച്ചിരുന്നത് അല്ലെ? യജമാനനെ. അങ്ങനെ സാറ അബ്രഹാമിനെ വിളിച്ചിരുന്നു. അബ്രഹാമിന്ന് അച്ചായെന്നൊന്നും അല്ല വിളിച്ചിരുന്നത്, യജമാനനെ. ആ വിളിയാ വിളിച്ചത്. ഇന്നെങ്ങനെയാ വിളിക്കുന്നത്? നമ്മുടെ യങ് ജനറേഷൻ, ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇന്ന് പേരെ വിളിക്കത്തുള്ളൂ, ഫാഷനാ, ഇന്ന് മാറി. അബ്രഹാം സാറ പഠിപ്പിച്ചു ഒരു കാര്യം, യജമാനനെ എന്ന് വിളിച്ചു. അവിടുന്ന് പോയി ഇപ്പം പേര് വിളിക്കുന്ന സംസ്കാരത്തിലേക്ക് വന്നിരിക്കുകയാണെന്നുള്ളത് ഓർത്തുകൊള്ളാം. നമ്മൾ എവിടെ നിന്ന് എവിടേക്ക് പോയി എന്നുള്ളത് നമ്മൾ ചിന്തിച്ചോണം. ഇന്ന് ന്യൂ ജനറേഷന് പേര് വിളിയേ ഉള്ളൂ. ദൈവമക്കളെ, സ്നേഹമെന്ന് പറയുന്നതുണ്ടോ? പേരിന് മാത്രം അല്ലേ? പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്ത സാധനം കഴിക്കണമെന്നുണ്ടെങ്കിൽ സോസ് വേണമെന്ന് പറഞ്ഞതുപോലെ ആ അനുഭവത്തിലേക്ക് മാറിക്കഴിഞ്ഞു സ്നേഹം. യജമാനനെ വിളിക്കുമ്പോൾ അതിനകത്തൊരു ഇന്റിമസി ഉണ്ട്. ആ ഇന്റിമേഷൻ, ആ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ അത് കാണിക്കുന്നുണ്ട്. ഇന്ന് ആ ഇന്റിമസി ഒക്കെ നഷ്ടപ്പെട്ടു. നിങ്ങൾ സമ്മതിച്ചാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. നമ്മൾ വെസ്റ്റേൺ കൾച്ചറിൽ അഡോപ്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും, ഏത് കോർണറിൽ പോയാലും, ലോകത്തിലെ രാജ്യങ്ങൾക്ക് പല സംസ്കാരങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പല കൾച്ചറിലാണ് ഓരോ ലോക രാജ്യങ്ങളും ജീവിക്കുന്നത്. ഓരോ രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ അതാത് ലോകരാജ്യങ്ങളുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ട് അപ്രകാരം ജീവിക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പല കുഴപ്പങ്ങളുമുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജീവിക്കണം, അതിനാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഒരു മാനുസ്ക്രിപ്റ്റ് തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം. നമ്മൾ ആഫ്രിക്കയിൽ പോയാലും, യൂറോപ്പിൽ പോയാലും, അമേരിക്കൻ ഐക്യനാടുകളിൽ പോയാലും ബൈബിളിന്റെ കൾച്ചറിന് ലോകത്തിൽ ഒരിടത്തും വ്യത്യാസമില്ലെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ദൈവ പൈതൽ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടത് ബിബ്ലിക്കൽ കൾച്ചർ, ബൈബിളിന്റെ സംസ്കാരമായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്നുള്ളത് ഓർത്തുകൊള്ളണം. ഈ ബിബ്ലിക്കൽ കൾച്ചർ ഏത് രാജ്യത്ത് പോയാലും മാറുന്നില്ല. ഇത് മാറാൻ പറ്റത്തില്ല. കാരണം എന്താ? ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന വചനം. ഇതിന് തോന്നുമ്പോ മാറാൻ പറ്റുന്ന സംഗതിയല്ല. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും രാജ്യത്തിന്റെ ഹിതത്തിനനുസരിച്ച് മാറാൻ പറ്റത്തില്ല. ഇതിനകത്തെ സത്യം ഉള്ളതുപോലെ പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്തേക്കരുത്. ഇതിനകത്ത് കലർപ്പ്, മായം ചേർക്കുവാനായിട്ട് പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ബിബ്ലിക്കൽ കൾച്ചർ ഫോളോ ചെയ്ത് ജീവിക്കുവാൻ തിരുവചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ, ആ ബഹുമാനം ഉള്ളിലുണ്ടെങ്കിൽ അനേക പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഇനിയും ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന 23-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഇനിയും 28-ാമത്തെ വാക്യം, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റിപ്പുലർത്തി അത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ഭർത്താവിനുള്ളതായ നിർദ്ദേശങ്ങൾ, മേളിൽ ഭാര്യയ്ക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു, അതിനു മുമ്പ് മാതാപിതാക്കന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഭർത്താവിനുള്ള നിർദ്ദേശം, ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. അത് ആദാം നമുക്ക് കാണിച്ചു തന്നു. ബോൺ ഓഫ് മൈ ബോൺസ്, ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. ഇവിടെ വീണ്ടും അത് പറയാം, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തി അത്രേ. നറീഷ് ആൻഡ് ചെറീഷ്, അപ്രകാരം വളർത്തുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത്? ഒരു സാക്രിഫിഷ്യൽ ലവ് ആയിരുന്നു അതെന്ന് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വേഗം അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. സാക്രിഫിഷ്യൽ ലവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 5-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, ഈ എഫേസ്യ ലേഖനം 5:25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവിടെ നമ്മൾ വായിക്കുന്ന അനുസരിച്ചിട്ട്, ഹസ്ബൻഡ്സ് ലവ് യുവർ വൈഫ് as Christ loved the church and gave himself up for her. ക്രിസ്തു സഭയ്ക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു സാക്രിഫിഷ്യൽ ലവ് ആണ്. ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് എന്താണ്? ഒരു സാക്രിഫിഷ്യൽ ലവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളും. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള അനുഭവം, അതായത് സെൽഫ്ലെസ് റാദർ ദാൻ സെൽഫിഷ് എന്നുള്ളതായ അനുഭവത്തിലേക്ക് വരിക. റോമാലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്തുകൊണ്ട്, അപ്പോൾ ഇവിടെയും ഭർത്താക്കന്മാർക്കുള്ള നിർദ്ദേശം, ഭാര്യമാരെ തങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ പോലെ തന്നെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ ആരും ദണ്ഡിപ്പിക്കാറില്ല, പീഡിപ്പിക്കാറില്ല, അടിക്കാറില്ല, ഇടിക്കാറില്ല. ഇന്ന് അതിന് ഘടകവിരുദ്ധമായിട്ട് അനേക കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുടുംബജീവിതങ്ങൾ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലേക്ക് വരുന്നു. ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും വചനം നമ്മൾ കേൾക്കും, നമുക്ക് ഇഷ്ടമൊക്കെ തോന്നും, സന്തോഷമൊക്കെ തോന്നും ആ സമയത്തേക്ക്. പക്ഷെ കർത്താവ് പറയുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, എന്റെ ഇഷ്ടം പ്രമാണിക്കുന്നവൻ. അപ്പൊ ദൈവമക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് കുടുംബങ്ങൾ ശിഥിലമാകുന്നു, അനിശ്ചിതത്വത്തിലായി തീരുന്നു. ദൈവസ്നേഹമില്ല, ദൈവത്തെ ഭയമില്ല, ബഹുമാനമില്ല, വചനത്തെ സ്നേഹിക്കുന്നില്ല, വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഈ വചനം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. കുടുംബങ്ങൾ തകരുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അപ്പനും അമ്മയും അല്ല സങ്കടപ്പെടുന്നത്, ബന്ധുമിത്രാദികളല്ല സങ്കടപ്പെടുന്നത്, നിങ്ങളെ കൂട്ടിച്ചേർത്തവരുമല്ല സങ്കടപ്പെടുന്നത്. സങ്കടപ്പെടുന്നത് ആരാകുന്നു എന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവം. സർവശക്തനായ ദൈവമാണ് സങ്കടപ്പെടുന്നത്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കുവാനായിട്ട് പാടില്ല. കുടുംബജീവിതത്തിൽ പരിഹരിക്കുവാൻ കഴിയാത്തതായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. ഇരുന്ന് ചിന്തിച്ചാൽ, അല്പസമയം മെനക്കെട്ടാൽ, അല്പസമയം ഒന്ന് വിട്ടുകൊടുത്താൽ, പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ, ഞാൻ എൻ്റെ ഭാര്യയെ എത്രത്തോളം മനസ്സിലാക്കി, ഞാൻ എൻ്റെ ഭർത്താവിനെ എത്രത്തോളം മനസ്സിലാക്കി, എൻ്റെ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ ഭർത്താവിന്റെ സ്വഭാവം, എൻ്റെ ഭാര്യയുടെ സ്വഭാവം, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു കുടുംബവും ശിഥിലമായി പോവുകയില്ലെന്ന് ഓർത്തുകൊള്ളാം. ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി നമ്മൾ മാറുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ ജനമേ, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാവരുത്. ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ടുള്ള കുടുംബത്തെ നിലനിർത്തേണ്ടുന്ന ഒരു ബാധ്യതയും ഒരു കടമയും ഒരു ഉത്തരവാദിത്വവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ അനേക കുടുംബങ്ങൾ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നിന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് സ്വർഗമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. നിന്റെ ഇണയെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ നിനക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും.
അനാവശ്യമായിട്ടുള്ളതായ മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും ഇന്റർഫിയറൻസ് ഒഴിവാക്കേണ്ടുന്നത് ഒഴിവാക്കുവാനായിട്ട് കഴിയണം. ഭാര്യ ഭർത്താവിനെ സമർപ്പിക്കപ്പെട്ടവളായി ബഹുമാനിക്കുന്നവളായി ജീവിക്കുവാനായിട്ട് കഴിയണം. ഭർത്താവ് സ്വന്തം ശരീരം എന്നതുപോലെ ഭാര്യയെ സ്നേഹിക്കുവാൻ, ഒരു സാക്രിഫിഷ്യൽ ലവിന്റെ അനുഭവത്തോടുകൂടെ സ്നേഹിക്കുവാനായിട്ട് കഴിയുമെന്നുണ്ടെങ്കിൽ കുടുംബജീവിതങ്ങൾ ശിഥിലമാകാതെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. തുടക്കത്തിൽ തന്നെ ദൈവം സ്ഥാപിച്ചത് കുടുംബമാണ്. ആ കുടുംബത്തിന്റെ മനോഹാരിതയാണ്. എന്നാൽ ഇന്ന് ആ മനോഹാരിത നശിപ്പിച്ചു കളയുന്നവരും ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരുമായി തീരുന്നവരായി നമ്മൾ തീരുന്നുണ്ടെങ്കിൽ ദൈവശാപത്തിനും ദൈവകോപത്തിനും ക്രോധത്തിനും നമ്മൾ പാത്രീഭൂതരായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളോടെ അവസാനിപ്പിക്കുകയാണ്. ഈ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെറുപ്പക്കാരോട് മാത്രമല്ല, പ്രായമുള്ളവരോട് വരെയും നമ്മൾ മാറ്റപ്പെടേണ്ട ഇവിടം ഉണ്ടെങ്കിൽ, മാറ്റേണ്ടുന്ന സംസ്കാരമുണ്ടെങ്കിൽ, മാറ്റേണ്ടുന്ന കൾച്ചർ ഉണ്ടെങ്കിൽ മടങ്ങി വരാം. ബൈബിളിന്റെ കൾച്ചറിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്രകാരം ജീവിപ്പാൻ നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.